ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുതിയ പില്ലോ മെത്തേഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാച്ചപ്പായി നിങ്ങൾ തമ്മിൽ വളരെ സന്തോഷത്തോടു കൂടി ഐക്യത്തോടു കൂടി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും അല്ലെങ്കിൽ പരസ്പരം പ്രണയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ പിണക്കമുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എങ്ങനെയാണെന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. അതിനു മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. പില്ലോ മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പില്ലോയുടെ കവറിനുള്ളിൽ ഒരു പേപ്പറിൽ എന്തെങ്കിലും എഴുതി വെക്കുന്ന ഒരു ടെക്നിക്കായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എഴുതേണ്ട കണ്ടന്റ് എന്താണെന്നുള്ളത് ഞാനൊന്ന് പറയാം. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എഴുതേണ്ടത് ഇത്രയാണ്. ആദ്യം നിങ്ങളുടെ പേര് എഴുതുക. പിന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആരുമായിട്ടാണോ ആ ഒരു പിണക്കം മാറ്റേണ്ടത് ആ വ്യക്തിയുടെ പേര് എഴുതാം. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല. ലവേഴ്സിന് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ചെയ്യാം, ഒക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പിണക്കം മാറ്റേണ്ട രണ്ട് പേരുടെയും പേരുകളാണ് ആദ്യം എഴുതേണ്ടത്. ആദ്യം നിങ്ങളുടെ പേര്, പിന്നെ അവരുടെ പേര്. രണ്ടാമതായിട്ട് അതിന് താഴെ നിങ്ങൾ എഴുതേണ്ടത് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. പിന്നെ അതിൻ്റെ ഒരു കോമ ഇട്ടിട്ട് ഞങ്ങൾ തമ്മിൽ സന്തോഷത്തിലാണ്. ഞാൻ പറഞ്ഞത് ഈ ഞങ്ങൾ തമ്മിൽ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട, ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മതി. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്, സന്തോഷത്തിലാണ്, ഐക്യത്തിലാണ്. ഇതാണ് സെൻറ്റൻസ്. ക്ലിയർ ആയല്ലോ? ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്, സന്തോഷത്തിലാണ്, ഐക്യത്തിലാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ ഒരു സെൻറ്റൻസും 3 തവണ താങ്ക്സുമാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് എഴുതിയതിന് ശേഷം അത് മടക്കുക. എന്നിട്ട് നിങ്ങൾ കിടക്കുന്ന തലയുടെ കവറിൻ്റെ ഉള്ളിൽ വെച്ചേച്ചാൽ മതി. അത് പിന്നെ ഡെയിലി എടുത്ത് നോക്കണം എന്നില്ല. ഇതിനു മുമ്പുള്ള ടെക്നിക്കുകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടെക്നിക്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം. എന്നാൽ ഇപ്പോൾ ഞാൻ തരുന്ന ഈ ഒരു ടെക്നിക്കിൽ അത് എടുത്ത് നോക്കണം എന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, അതിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം. എന്നിട്ട് ഓരോ ദിവസവും കിടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ വെക്കാൻ പോകുന്ന ആ ഒരു പില്ലോ എടുത്ത് നിങ്ങളൊന്ന് ഹഗ് ചെയ്യുക. ആ പില്ലോ ഹഗ് ചെയ്തുകൊണ്ട് 21 തവണ, അത് ഇരുന്നിട്ടാവാം കിടന്നിട്ടാവാം, എങ്ങനെ വേണമെങ്കിലും ഹഗ് ചെയ്യുക കേട്ടോ. ഹഗ് ചെയ്തുകൊണ്ട് 21 തവണ അതിൽ എഴുതിയിട്ടുള്ള കാര്യം മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. അത് മാക്സിമം ഫീലോട് കൂടിയിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്, സന്തോഷത്തിലാണ്, ഐക്യത്തിലാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. 21 തവണ പറയാം. അത്രയേ ഉള്ളൂ. അത് എത്ര ദിവസം കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വിട്ടു തരികയാണ്. കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. മിനിമം 21 ദിവസമെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഇനി എത്ര ഡേയ്സിനുള്ളിൽ കിട്ടും എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം താല്പര്യത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടി, എത്രത്തോളം ഫീലോട് കൂടി ചെയ്യുന്നു അതിനനുസരിച്ച് ഇൻസ്റ്റൻ്റ് ആയിരിക്കും റിസൾട്ട്. അധിക ദിവസമൊന്നും ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ തുടങ്ങി വെച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു 6ാമത്തെയോ 7ാമത്തെയോ ദിവസമൊക്കെ ആവുമ്പോഴേക്കും റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലും അതൊരു 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ആ റിസൾട്ട് എന്നും നമുക്കൊന്ന് പെർമനൻ്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അത് സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പുതിയ പില്ലോ മെത്തേഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയും ഇതുപോലെയുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പരസ്പരം പിണങ്ങി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവും. ഈ ടെക്നിക്ക് അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് അയച്ചു കൊടുക്കുക. പിന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ സ്റ്റോപ്പ് ചെയ്യണോ അതോ ഇനിയും കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ പലരും താല്പര്യത്തോടു കൂടി വന്നിട്ടുണ്ട്, വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പുതിയ ടെക്നിക്കുകൾ വേണമെന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് താഴെ കമൻ്റായിട്ട് ഇടുകയാണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എന്ത് ഹെൽപ്പിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. താങ്ക് യു. നമസ്തേ.